രാജ്യത്ത് യുദ്ധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജാഗ്രതാ നിർദ്ദേശം. എല്ലാ അണക്കെട്ടുകളിലും സുരക്ഷ കൂട്ടി. കൂടുതൽ പോലീസ് വിന്യാസം ഏർപ്പെടുത്തി. വൈദ്യുത ഉൽപാദന, ജലസേചന ഡാമുകളിൽ ഉൾപ്പെടെയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. അനന്തകൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി. അനന്തൻ, ഏതൊക്കെ ഡാമുകളാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത്? സുരക്ഷയുടെ രീതി അതെങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്? മോത്തി, യുദ്ധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് മോക്ക് ഡ്രിൽ നടത്താനുള്ള നിർദ്ദേശം കേന്ദ്രം നൽകിയത്. നാളെയാണ് മോക്ക് ഡ്രിൽ നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെയാണ് സംസ്ഥാനത്തെ കേരളത്തിലെ ഡാമുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എല്ലാ അണക്കെട്ടുകൾക്കും സുരക്ഷ വർദ്ധിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെറുതും വലുതുമായ എല്ലാ അണക്കെട്ടുകളും, അത് വൈദ്യുത ഉൽപാദന അണക്കെട്ടുകളുണ്ട്, അതിനൊപ്പം തന്നെ ജലസേചന കുടിവെള്ള പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള അണക്കെട്ടുകളുണ്ട്. ഈ അണക്കെട്ടുകൾക്കെല്ലാം സുരക്ഷ കൂട്ടാനാണ് സംസ്ഥാന പോലീസിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ തന്നെ ഈ ഡാമുകളിലെല്ലാം പോലീസ് വിന്യാസം കൂട്ടിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ വൈദ്യുത ഉൽപാദനം നടക്കുന്ന കേന്ദ്രങ്ങൾ, KSEBയുടെ സ്റ്റേഷനുകൾ, അതുപോലെ പവർ ജനറേഷൻ സ്റ്റേഷനുകൾ, ഇവിടെയെല്ലാം സുരക്ഷ കൂട്ടാനാണ് തീരുമാനം. അവിടെയെല്ലാം പോലീസിന്റെ വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ സുരക്ഷാ മുന്നറിയിപ്പ് കേന്ദ്രം പിൻവലിക്കുന്നതുവരെ ഈ ഒരു പോലീസിന്റെ അധിക സുരക്ഷാ വിന്യാസം തുടരും എന്നാണ് സംസ്ഥാന പോലീസ് അറിയിക്കുന്നത്. മോദി. ശരി അനന്തൻ.